മുഞ്ചാറുകളെ നമ്മൾ ഇന്ന് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങ് പഠിച്ചാലോടാ. വേഗം വാടാ, വേഗം വാ, വേഗം വാ. കുറെ നല്ല നല്ല ക്വസ്റ്റ്യൻ പ്രീവിയസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ വേഗം വേഗം വേറെ 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 കൊണ്ടിട്ടിട്ട് കാര്യമില്ല. പുതുതായിട്ട് കുറെ ക്വസ്റ്റ്യനുകൾ നമ്മൾ കാണാൻ പോവാ. വേഗം വാടാ. ഇതെങ്ങാനും പരീക്ഷയ്ക്ക് വന്നാലാ എന്താ പുളിക്കുവോ? വേഗം വന്ന മക്കളെ, നമുക്ക് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് കുറെ ക്വസ്റ്റ്യൻ നോക്കാം. വേഗം വാടാ, വേഗം വാടാ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താ സാറേ ക്വസ്റ്റ്യൻ പറ? ഈ തന്നിരിക്കുന്ന സെൽ ഓർഗണല്, മൈറ്റോകോൺട്രിയ എന്താ? സെല്ലിന്റെ ഉള്ളിൽ കാണുന്ന സെൽ ഓർഗണല. ന്യൂക്ലിയസ് എന്താ? സെൽ ഓർഗണല. ലൈസോസോം എന്താ? സെൽ ഓർഗണല. സെൻട്രോസോം എന്താ? സെൽ ഓർഗണല. വാക്യൂളം എന്താ? സെൽ ഓർഗണല. ഈ സെൽ ഓർഗണലുകളെ അവരുടെ മെമ്പറൈൻ്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യുക. ചിലതിന് 2 മെമ്പറൈൻ ഉണ്ട്, ചിലതിന് 1 മെമ്പറൈനേ ഉള്ളൂ, ചിലതിന് മെമ്പറൈൻ തന്നെ ഇല്ല. ഈ മെമ്പറൈൻ്റെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ ക്ലാസിഫൈ ചെയ്യാനാ പറഞ്ഞേക്കണേ. മക്കളെ, ആദ്യം ഞാൻ ആലോചിക്കേണ്ടത്, ചില സെൽ ഓർഗനൽസിന് 2 മെമ്പറൈൻ ഉണ്ടടാ. 2 മെമ്പറൈൻ ഉള്ള സെൽ ഓർഗനൽ ആരൊക്കെയാ? 2 മെമ്പറൈൻ ഉള്ളത് ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ. ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ. മൂന്നാമത്തതാര? ക്ലോറോപ്ലാസ്റ്റ്. ഈ 3 പേർക്കും, ന്യൂക്ലിയസിന് 2 മെമ്പറൈനാ, മൈറ്റോകോൺട്രിയക്ക് 2 മെമ്പറൈനാ, ക്ലോറോപ്ലാസ്റ്റിനും 2 മെമ്പറൈനാ. 2 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെ? ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്. ചിലർക്ക് ഒരൊറ്റ മെമ്പറൈനെ കാണുള്ളൂ, ഒരൊറ്റ കവറിങ്ങെ കാണുള്ളൂ. ആ ഒറ്റ മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റികുലത്തിന് ഒറ്റ മെമ്പറൈന, ഗോൾഗി അപ്പാരറ്റസിന് ഒറ്റ മെമ്പറൈന, ലൈസോസോമിന് ഒറ്റ മെമ്പറൈന, വാക്യൂളിനും ഒരൊറ്റ മെമ്പറൈന. പിന്നെ ആരാ? മൈക്രോബോഡീസിനും എന്താ? ഒരൊറ്റ മെമ്പറൈന. അപ്പൊ 1 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റികുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോമ്, വാക്യൂള്, മൈക്രോബോഡി. ഈ കാണുന്ന ഈ 5 പേർക്കും എത്ര മെമ്പറൈനേ ഉള്ളൂ? ഒരൊറ്റ മെമ്പറൈനേ ഉള്ളൂ. ചിലർക്ക് എന്തില്ലടാ? മെമ്പറൈൻ ഇല്ല, 1 മെമ്പറൈനും ഇല്ല, നോൺ മെമ്പറൈനാ. നോൺ മെമ്പറൈൻ ആയിട്ടുള്ളവർ 2 പേരാ സാറേ. ഒന്നാണ് മക്കളെ ആര്? സെൻട്രോസോമ്. 2ആണടാ ഏത്? റൈബോസോമ്. 1 സെൻട്രോസോമ്, 2 റൈബോസോമ്. ഇത്രയാടാ നമുക്ക് പഠിക്കാനുള്ള. 2 മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? മൈറ്റോകോൺട്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ന്യൂക്ലിയസ്. 1 മെമ്പറൈനും ഇല്ലാത്തത് ആർക്കൊക്കെയാ? റൈബോസോമ്, സെൻട്രോസോമ്. ഒരൊറ്റ മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെയാ? എൻഡോപ്ലാസ്മിക് റെറ്റികുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോമ്, വാക്യൂള്. ഇത്രയുമാണ് മെമ്പറൈൻ്റെ എണ്ണം. അന്ന് ഈ പോയിന്റ് പഠിച്ചു വെച്ചായിട്ടോ. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞേടാ. പറ മക്കളെ. അപ്പൊ പറ, മൈറ്റോകോൺട്രിയക്ക് എത്ര മെമ്പറൈനാ? മൈറ്റോകോൺട്രിയക്ക് എത്ര മെമ്പറൈൻ ഉണ്ട് സാർ? മൈറ്റോകോൺട്രിയക്കുള്ള മെമ്പറൈൻ്റെ എണ്ണമാ സാർ 2 എണ്ണം. മൈറ്റോകോൺട്രിയക്ക് എത്ര മെമ്പറൈനാ? ഡബിൾ മെമ്പറൈനാ. ന്യൂക്ലിയസിനും എത്ര മെമ്പറൈനാ? 2 മെമ്പറൈനാ, ഡബിൾ മെമ്പറൈനാ. ലൈസോസോമിന് എത്ര മെമ്പറൈനാ? ഒരൊറ്റ മെമ്പറൈനാ, സിംഗിൾ മെമ്പറൈനാ. സെൻട്രോസോമിനും എത്ര? 1 മെമ്പറൈനും ഇല്ല, നോൺ മെമ്പറൈനാ. വാക്യൂളിനും എത്ര മെമ്പറൈനാ? 1 മെമ്പറൈനാ, സിംഗിൾ മെമ്പറൈനാ. മനസ്സിലായോ? ഓരോരുത്തരുടെ മെമ്പറൈറ്റിന്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യണം കേട്ടോ. ഡബിൾ മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെ? മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്. സിംഗിൾ മെമ്പറൈൻ ഉള്ളത് ആർക്കൊക്കെ? ലൈസോസോം, വാക്യൂള്. 1 മെമ്പറൈനും ഇല്ലാത്തത് ആർക്കാ? സെൻട്രോസോമിന. അതൊന്ന് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അടുത്ത മക്കളെ, ഈ ക്വസ്റ്റ്യൻ ഇത് ലേബിൾ ചെയ്യാനാ പറഞ്ഞേക്കണേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ വരിക എന്താ അറിയാമോ? ഈ ചിത്രം ആരുടെയാണെന്നാ വരിക? NCERTയിലുള്ള ചിത്രമാ. കുറെ കൊല്ലമായിട്ട് ഞാൻ എല്ലാ കൊല്ലവും നിങ്ങളുടെ സീനിയേഴ്സിനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഇത് വരും എന്ന് കരുതി, പക്ഷെ വന്നിട്ടില്ല. ഈ വട്ടമെങ്കിലും വരുവടാ. ഈ വട്ടമെങ്കിലും വരാൻ ചാൻസ് ഉണ്ട്. ഇത് എന്തിന്റെ പിക്ചറാ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇതാരാ സാർ? ഇതാരുടെ മുറിച്ച ചിത്രമാ? ഇതാരെയോ മുറിച്ചിട്ടുള്ള ചിത്രമാ? എന്തിനെ മുറിച്ച ചിത്രമാ? എടാ മക്കളെ, ഇതാണ് ആരുടെ ചിത്രം? സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല, ഏതെഴുതിയാലും കറക്റ്റ് തന്നെ കേട്ടോ. സീലിയ അല്ലെങ്കിൽ ഫ്ലജല്ല. സീലിയയും ഫ്ലജല്ലയും മുറിച്ചിട്ടുള്ള ചിത്രമാ. സീലിയയും ഫ്ലജല്ലയും ചെത്തിയിട്ട് അകത്ത് നോക്കിയാൽ ഇങ്ങനെ കാണുക. സീലിയയും ഫ്ലജല്ലയും ചെത്തിയാല് ഉള്ളിൽ ഇങ്ങനെ മക്കളെ കാണുക, സീലിയയും ഫ്ലജല്ലേന്റെയും ലേബൽ ചെയ്യാനാ പറഞ്ഞേക്കണേ. ഈ ഭാഗം എന്താ? ഇതാണ് D. ഈ ഭാഗം എന്താ? ഈ കാണുന്ന ഇയാളാരാ? ഇതാണ് ക്വസ്റ്റ്യൻ. പിന്നെന്താ? ഈ കാണുന്ന ആൾക്കാരാരാ? ഇതാണ് ക്വസ്റ്റ്യൻ. ABCD ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ഇത് NCERTയിലെ ഫിഗറാണ്. ഇതാണ് മക്കളെ
യഥാർത്ഥ ഫിഗർ. ഇതാണ് യഥാർത്ഥ ഫിഗർ. ഈ കാണുന്നതൊക്കെ, ഈ കണ്ടോ, ഈ വള പോലെ കാണുന്നതൊക്കെ മൈക്രോ ട്യൂബ്യൂളുകളാ. ഈ വള പോലെ കാണുന്ന ആരാ? മൈക്രോ ട്യൂബ്യൂളുകളാ. മൈക്രോ ട്യൂബ്യൂൾ എപ്പോഴും രണ്ടെണ്ണമായിട്ട് ഒരുമിച്ചായിരിക്കുക. ഒരുമിച്ചിരിക്കുന്നതുകൊണ്ട് ഇവരെ ഡബിലറ്റ് എന്നാ വിളിക്കുക മൈക്രോ ട്യൂബ്യൂളുകളെ. സീലിയയും ഫ്ലജല്ലയും ആയിക്കോട്ടെ മക്കളെ, സീലിയ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലജല്ല ആയിക്കോട്ടെ, സീലിയയും ഫ്ലജല്ലയും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാന്നറിയാമോ? മൈക്രോ ട്യൂബ്യൂൾ വെച്ചാ. സീലിയ ആയിക്കോട്ടെ ഫ്ലജല്ല ആയിക്കോട്ടെ, അതിൻ്റെ ഉള്ളിൽ എന്താ കാണുക? മൈക്രോ ട്യൂബ്യൂളാ കാണുക. മൈക്രോ ട്യൂബ്യൂൾ എപ്പോഴും രണ്ടെണ്ണം ഒരുമിച്ചാ കാണുക. കണ്ടോ, ഈ രണ്ടെണ്ണം ഒരുമിച്ചാ കാണുക, ഈ രണ്ടെണ്ണം ഒരുമിച്ചാ കാണുക, ഈ രണ്ടെണ്ണം ഒരുമിച്ചാ കാണുക. ഇങ്ങനെ ഒരുമിച്ച് കാണുന്നത് കൊണ്ടാ മൈക്രോ ട്യൂബ്യൂളുകളെ എന്തെന്ന് വിളിക്കണേ? ഡബിലറ്റ് എന്ന് വിളിക്കണേ. ഈ മൈക്രോ ട്യൂബ്യൂൾ ഇങ്ങനെ ഒരുമിച്ച് കാണുന്നുണ്ട് എന്ത് വിളിക്കുക? ഡബിലറ്റ് എന്ന് വിളിക്കുക. ഇങ്ങനെ 9 ഡബിലറ്റുകളുണ്ട്. എണ്ണിക്കോ. ഇതൊരു ഡബിലറ്റ്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8, ഇത് 9. എത്ര ഡബിലറ്റ് ഉണ്ടടാ? എത്ര ഡബിലറ്റ് ഉണ്ട്? സീലയും ഫ്ലജല്ലയും എടുത്താൽ സാറേ 9 ഡബിലറ്റ് ഉണ്ട് സാർ. 9 ഡബിലറ്റുകൾ ഇങ്ങനെ സൈഡിൽ ഇരിപ്പുണ്ട്. 9 ഡബിലറ്റുകൾ സൈഡിലുണ്ട്. 9 ഡബിലറ്റുകൾ ഇങ്ങനെ സൈഡിൽ കാണാമടാ. 9 ഡബിലറ്റുകൾ സൈഡിൽ കാണാം. നടുക്ക് ഡബിലറ്റ് അല്ലാതെ രണ്ടെണ്ണം ബ്രേക്കപ്പ് ആയിട്ട് സിംഗിൾ ആയിരിപ്പുണ്ട്. കണ്ടോ കണ്ടോ, ഇതൊരു മൈക്രോ ട്യൂബ്യൂളാ, ഇതൊരു മൈക്രോ ട്യൂബ്യൂളാ. ഇവർ ഒരുമിച്ചല്ല ഇരിക്കുക. ഇവിടെ രണ്ടെണ്ണം ഒരുമിച്ചായിരിക്കുക, അതുകൊണ്ട് ഡബിലറ്റ് എന്നാ വിളിക്കുക. ഇവിടെ സെൻട്രൽ രണ്ടെണ്ണം ഒരുമിച്ചല്ല, ഒന്നിവിടെ ഒന്നിവിടെ, രണ്ടും ബ്രേക്കപ്പ് ആയ പോലെ ഇരിക്കണേ. എടാ 9 സൈഡിലുമുണ്ട്, 2 നടുക്കുമുണ്ട് അല്ലേ? ഇതൊന്ന്, ഇത് 2. അതുകൊണ്ട് ഈ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് 9+2 അറേഞ്ച്മെന്റ്. മൈക്രോ ട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റിന് എന്താ വിളിക്കുക? 9+2 അറേഞ്ച്മെന്റ് എന്നാ വിളിക്കുക. എന്താ 9+2 അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ? 9 സൈഡിൽ, 1, 2, 3, 4, 5, 6, 7, 8, 9. 9 സൈഡിലും 9 സൈഡിലും 2 സെൻട്രലുമുണ്ട്. അതുകൊണ്ട് ഇവരെന്തെന്ന് വിളിക്കണേ? 9+2 അറേഞ്ച്മെന്റ്. 9 സൈഡിലും 2 സെൻട്രലും. അതുകൊണ്ട് ഈ അറേഞ്ച്മെന്റിന് എന്താ വിളിക്കുക? 9+2 അറേഞ്ച്മെന്റ് എന്നാ വിളിക്കുക. അപ്പൊ ചോദിക്കും, സീലിയയിലും ഫ്ലജല്ലയിലും കാണുന്ന മൈക്രോ ട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റ് എന്താ? 9+2 അറേഞ്ച്മെന്റ്. ചോദിക്കൂടാ, സീലിയയിലും ഫ്ലജല്ലയിലും കാണുന്ന മൈക്രോ ട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റ് എന്താ? 9 സൈഡില്, 2 സെൻട്രല്. അപ്പൊ എന്ത് അറേഞ്ച്മെന്റാ? 9+2 അറേഞ്ച്മെന്റ്. സെറ്റല്ലടാ. ഈ കാണുന്നതാണ് മക്കളെ പ്ലാസ്മ മെമ്പറൈൻ. ഈ കാണുന്നത് പ്ലാസ്മ മെമ്പറൈൻ ആണ്. ഓക്കെ, ഇത് ഡബിലറ്റ് മൈക്രോ ട്യൂബ്യൂളുകളാണ്. ഇത് സെൻട്രൽ ഇരിക്കുന്ന മൈക്രോ ട്യൂബ്യൂള്. 2 മൈക്രോ ട്യൂബ്യൂളാണ് ഉള്ളത്. ഒന്ന് സൈഡിൽ ഇരിക്കുന്ന ഡബിലറ്റ് മൈക്രോ ട്യൂബ്യൂളും ഒന്ന് സെൻട്രൽ ഇരിക്കുന്ന 2 സെൻട്രൽ മൈക്രോ ട്യൂബ്യൂളുകൾ എന്നാ വിളിക്കാം. ഈ കാണുന്ന ആൾക്കാരാണ് ആര്? ഇന്റർ ഡബിലറ്റ് ബ്രിഡ്ജാ. ഈ ഡബിലറ്റിനെയും ഈ ഡബിലറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ് അവരാണ് ഏത്? ഇന്റർ ഡബിലറ്റ് ബ്രിഡ്ജ്. ഈ കാണുന്ന ആൾക്കാരാണ് റേഡിയൽ സ്പോക്ക്. അപ്പൊ നമ്മളോട് ചോദിച്ച എ എന്ന് പറഞ്ഞാൽ ആരാ? എ എന്ന് പറഞ്ഞാൽ പ്ലാസ്മ മെമ്പറൈന. ബി എന്ന് പറഞ്ഞാൽ ആരാ? ഇന്റർ ഡബിലറ്റ് ബ്രിഡ്ജ. സി എന്ന് പറഞ്ഞാൽ ആരാ? സെൻട്രൽ മൈക്രോ ട്യൂബ്യൂളാ. ഡി എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയൽ സ്പോക്കുകളാ. ഈ ചിത്രം ഒന്ന് ഓർത്ത് വെക്കണം. ഇതുവരെ ഒരു പരീക്ഷയ്ക്കും ചോദിച്ചിട്ടില്ല. ഇപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് എങ്ങനെയാണെന്നറിയാലോ? ടഫായിട്ടാണ് വരുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഇടാം. ഈ ചിത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഈ ചിത്രം ഓർക്കുക, ഓരോന്ന് അടയാളപ്പെടുത്താൻ പഠിക്കുക, പ്ലസ് അറേഞ്ച്മെന്റ് ഓർക്കുക. എന്താ അറേഞ്ച്മെന്റ്? 9+2 അറേഞ്ച്മെന്റ്. സീലിയാണോ ഫ്ലജല്ലയാണോ അതിൻ്റെ ഉള്ളിലെ മൈക്രോ ട്യൂബ്യൂളിന്റെ അറേഞ്ച്മെന്റ് എന്താ സാറേ? 9+2 അറേഞ്ച്മെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ മക്കളെ, നെയിം ദ കളർലെസ് പ്ലാസിഡ്. ഏത് പ്ലാസിഡിനാ കളർ ഇല്ലാത്തത്? നിങ്ങൾക്ക് അറിയണതാ? സാറേ 3 പ്ലാസിഡ് ഉണ്ട് സാർ. പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്ലാസിഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾ പോലുള്ള സാധനമാണ് പ്ലാസ്റ്റിഡ്. സാധനങ്ങളെ ഇട്ട് വെക്കാനുള്ള പാത്രമാണ് ആര്? പ്ലാസ്റ്റിഡുകൾ. പ്ലാസ്റ്റിഡ് എവിടെ മാത്രമേ കാണാറുള്ളൂ? പ്ലാസ്റ്റിഡുകൾ പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും മാത്രമേ കാണാറുള്ളൂ. പ്ലാസ്റ്റിക്സ് എവിടെ മാത്രമേ കാണുക? പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും മാത്രമേ ഇവരെ കാണാറുള്ളടാ. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സാധനങ്ങൾ ഇട്ട് വെക്കാനുള്ള സ്റ്റോറേജ് ബോഡിയാ. ഇവരെവിടെ മാത്രമേ കാണൂ? പ്ലാന്റ്സിലും യുഗ്ലിനോയിഡ്സിലും മാത്രമേ കാണുള്ളൂ മക്കളെ. 3 ടൈപ്പ് പ്ലാസ്റ്റിക് ഉണ്ടടാ.
മൂന്ന് ടൈപ്പ് പ്ലാസ്റ്റിഡ് ഉണ്ട്. ഒന്നാമത്തെ പ്ലാസ്റ്റിഡിന്റെ പേരെന്താ? ഒന്നാമത്തെ പ്ലാസ്റ്റിഡിന്റെ പേരാ ക്ലോറോപ്ലാസ്റ്റ്. രണ്ടാമത്തെ പ്ലാസ്റ്റിഡിന്റെ പേരെന്താ? ക്രോമോപ്ലാസ്റ്റ്. മൂന്നാമത്തെ പ്ലാസ്റ്റിഡിന്റെ പേരെന്താടാ? മൂന്നാമത്തെ പ്ലാസ്റ്റിഡിന്റെ പേരാ ലൂക്കോപ്ലാസ്റ്റ്. പറ മൂന്ന് പ്ലാസ്റ്റിഡ് ഏതൊക്കെ? ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന്റെ കളറാ സാറേ എന്ത്? ക്ലോറോപ്ലാസ്റ്റിന്റെ കളർ എന്താണ്? ക്ലോറോപ്ലാസ്റ്റിന്റെ കളർ ഗ്രീൻ കളറാ. പച്ച കളറുള്ള പ്ലാസ്റ്റിഡ് ആണ് ആര്? ക്ലോറോപ്ലാസ്റ്റ്. ക്രോമോപ്ലാസ്റ്റിന്റെ കളർ എന്താണെന്ന് അറിയാമോ? യെല്ലോ ആയിട്ട് കാണാറുണ്ട്, ഓറഞ്ച് ആയിട്ട് കാണാറുണ്ട്, റെഡ് കളറിലുമൊക്കെ കാണാറുണ്ട്. ഈ മൂന്ന് കളറും ക്രോമോപ്ലാസ്റ്റിന്റെ. ഒരു കളറും ഇല്ലാത്ത പ്ലാസ്റ്റിഡ് ഏതാ? ഒരു കളറും ഇല്ലാത്ത കളർലെസ് പ്ലാസ്റ്റിഡ് ഏതാടാ? അത് ലൂക്കോപ്ലാസ്റ്റ്. ഓർത്ത് വെച്ചോ, മൂന്ന് പ്ലാസ്റ്റിഡ്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഈ മൂന്ന് പ്ലാസ്റ്റിഡിൽ കളറില്ലാത്ത പ്ലാസ്റ്റിഡ് ഏതാ? കളറില്ലാത്ത പ്ലാസ്റ്റിഡ് ആരാ സാറേ? ലൂക്കോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിന് പച്ച കളറുണ്ട്, ക്രോമോപ്ലാസ്റ്റിന് യെല്ലോ, ഓറഞ്ച്, റെഡും ഉണ്ട്. ഒരു കളറും ഇല്ലാത്തത് ആരാ സാറേ? നമ്മുടെ ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റിന് ഒരു കളറുമില്ല മക്കളെ. ലൂക്കോപ്ലാസ്റ്റിനെ നമുക്ക് മൂന്നായി തിരിക്കാം. ലൂക്കോപ്ലാസ്റ്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാറുണ്ട്. ലൂക്കോപ്ലാസ്റ്റിന്റെ മൂന്ന് ടൈപ്പ് ഏതൊക്കെ? ഒന്നാമത്തെ ടൈപ്പ് സാർ എന്ത് എന്ത് എന്ത്? അമൈലോപ്ലാസ്. ഒന്നാമതാ സാറേ അമൈലോപ്ലാസ്. രണ്ടേതാടാ? അല്യൂറോപ്ലാസ്റ്റ്. മൂന്നേതാടാ? മൂന്നാണ് സാർ എന്ത്? എലയോപ്ലാസ്റ്റ്. എന്താടാ? എലയോപ്ലാസ്റ്റ്. മൂന്ന് പ്ലാസ്റ്റിഡുകൾ ഉണ്ടാടാ. മൂന്ന് ലൂക്കോപ്ലാസ്റ്റുകൾ ഉണ്ട്. ഏതൊക്കെ? അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യാന്നറിയാമോ? അമൈലോപ്ലാസ്റ്റ് സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റാ സ്റ്റോർ ചെയ്യുക. അല്യൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റുമാ സ്റ്റോർ ചെയ്യുക. ഇതാണ് മക്കളെ മൂന്ന് പ്ലാസ്റ്റിഡ്. മൂന്ന് പ്ലാസ്റ്റിഡ് ഉണ്ട്: ക്ലോറോപ്ലാസ്റ്റ്, ക്രോമോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. ഈ ലൂക്കോപ്ലാസ്റ്റിനെ വീണ്ടും മൂന്നാക്കാം. ഏതൊക്കെ? അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ്, എലയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? സ്റ്റാർച്ചാ സ്റ്റോർ ചെയ്യുക. അല്യൂറോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? പ്രോട്ടീനാ സ്റ്റോർ ചെയ്യുക. എലയോപ്ലാസ്റ്റ് എന്താ സ്റ്റോർ ചെയ്യുക? ഓയിലും ഫാറ്റുമാ സ്റ്റോർ ചെയ്യുക. സെറ്റല്ലേ? ചാപ്റ്റർ എന്തെങ്കിലുമൊക്കെ കിട്ടണില്ലേടാ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ട് താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞുതരാടാ. എനിക്ക് വേറെന്താ പരിപാടി? ഇതെന്നെ പരിപാടി. ക്ലാസ് എടുക്കുക. ഇതെന്നുള്ള എൻ്റെ പരിപാടി. ഓക്കെ മക്കളെ, വേഗം പാടാ. അടുത്ത പറ മക്കളെ, അടുത്ത പറയടാ. അടുത്ത ക്വസ്റ്റ്യൻ പറ. ഇത് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാ മക്കളെ. സെൽ മെമ്പറൈനിൽ ഇത്രയും ക്വസ്റ്റ്യനെ വരുള്ളൂ. ഇതിനപ്പുറം ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ അങ്ങോട്ട് മൊട്ടയടിക്കൂടാ. പറയടാ, ഏതാ സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്? എന്തൊക്കെ വെച്ചാ പറ. സെൽ മെമ്പറൈൻ്റെ കമ്പോണന്റുകൾ ഏതൊക്കെ? ഇതെന്തത്? സെൽ മെമ്പറൈൻ്റെ കമ്പോണന്റുകൾ ഏതൊക്കെയാടാ? സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാ? സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് പേര് വെച്ചാടാ. ഏതൊക്കെയാണെന്നറിയാമോ? ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. പറ. സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് ആരെ വെച്ചാ? ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചാ? ലിപ്പിഡ്, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്. ലിപ്പിഡിനേക്കാളും കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ സെൽ മെമ്പറൈനിൽ കാണുന്നത് ആരാ? പ്രോട്ടീനാ. ഓർത്തോണം, കൂടുതൽ കാണുന്ന വ്യക്തി ആരാ? അത് പ്രോട്ടീനാ. ലിപ്പിഡിന്റെ, പ്രോട്ടീനിന്റെ, കാർബോഹൈഡ്രേറ്റിന്റെ കൂടുതൽ കാണുന്നത് ആരാ സാറേ? ലിപ്പിഡ് അല്ല. ആരാ? പ്രോട്ടീനാ. അടുത്ത ഈ മൂന്ന് കമ്പോണന്റില്, ഈ മൂന്ന് ബയോമോളിക്യൂളില് ഏത് ബയോമോളിക്യൂളാ ബൈ ലെയറായി കാണുക? രണ്ട് ലെയറായി കാണുക മക്കളെ. ലിപ്പിഡിലും പ്രോട്ടീനിലും കാർബോഹൈഡ്രേറ്റിലും ഈ മൂന്ന് പേര് വെച്ച് ഏതാ രണ്ട് ലെയറായി കാണുന്നതെന്ന് അറിയാമോ? ഏതാ ബൈ ലെയറായി കാണുന്നതെന്ന് അറിയാമോ? രണ്ട് ലെയറായി കാണുന്നത് ആരാടാ? ലിപ്പിഡാണ് സെൽ മെമ്പറൈനില് രണ്ട് ലെയറായി കാണുക. ലിപ്പിഡാണ് സെൽ മെമ്പറൈനിൽ രണ്ട് ലെയറായി കാണുന്ന ആര്? ബൈ ലെയറായി കാണുന്ന ആള്. അടുത്ത മക്കളെ, സെൽ മെമ്പറൈനിൽ കാണുന്ന രണ്ട് ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? സെൽ മെമ്പറൈനിൽ രണ്ട് ടൈപ്പ് പ്രോട്ടീൻ കാണാമട. ഒന്നാമത്തെയാണ് സെൽ മെമ്പറൈൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടീൻ. അതാരാ? ഇന്റഗ്രൽ പ്രോട്ടീൻ. രണ്ട് പുറത്തേക്കിരിക്കുന്ന പ്രോട്ടീൻ, അതിൻ്റെ പേരെന്താ? പെരിഫറൽ പ്രോട്ടീൻ. രണ്ട് ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീൻ. സെൽ മെമ്പറൈൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രോട്ടീൻ ആണ് ആര്? ഇന്റഗ്രൽ പ്രോട്ടീൻ. പുറത്തിരിക്കുന്ന പ്രോട്ടീൻ ആണ് ആര്? പെരിഫറൽ പ്രോട്ടീൻ. പുറത്ത് പെരിഫറൽ, അകത്ത് ഇന്റഗ്രൽ. ഇൻ അകത്ത്, പുറത്ത് പെരിഫറൽ, പി
പെരിഫറൽ. അപ്പോൾ പറയടാ, സെൽ മെമ്പറൈൻ ഉണ്ടാക്കിയിരിക്കുന്ന ലിപ്പിഡും പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും വെച്ചാൽ ഏതാ സാറെ കൂടുതൽ കാണുക? പ്രോട്ടീനാ കൂടുതൽ കാണുക. ഏതാ സാറെ 2 ലെയറായി കാണുക? അത് ലിപ്പിഡാ സാറെ. ബൈ ലെയർ ആയിട്ട് കാണുന്ന ആരാ? ലിപ്പിഡാ. 2 ടൈപ്പ് പ്രോട്ടീൻ ഏതൊക്കെ? ഇന്റഗ്രൽ പ്രോട്ടീനും പെരിഫറൽ പ്രോട്ടീനും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. സെൽ മെമ്പറൈനുമായിട്ട് ഒരു മോഡല് സിംഗറും നിക്കോൾസൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് കൊണ്ടുവന്നായിരുന്നു. സെൽ മെമ്പറൈനുമായിട്ട് ബന്ധപ്പെട്ട ഒരു മോഡല് സിംഗറും നിക്കോൾസണും കൊണ്ടുവന്നായിരുന്നു. ആ മോഡലിന്റെ പേരെന്താന്നാ? ആ മോഡലിന്റെ പേരാണ് മക്കളെ എന്ത്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പറ എന്താണ്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ 1972 കൊണ്ടുവന്നേ. പറയടാ, മോഡലിന്റെ പേരെന്താടാ? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. പറയടാ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇത് ആര് കൊണ്ടുവന്ന? സിംഗറും നിക്കോൾസണും കൊണ്ടുവന്ന മോഡലാ. എന്താ പേര്? ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ എന്നാ വിളിക്കാം. അടുത്ത പറ മക്കളെ, സെൽ മെമ്പറിൻ്റെ ഏതെങ്കിലും ഒരു 2 ഫംഗ്ഷൻ പറയാനാ. സിമ്പിളാടാ. സെൽ മെമ്പറിൻ്റെ ഫംഗ്ഷൻ എന്താ? ഒന്നാമത്തെ ഫംഗ്ഷനാ സെൽ മെമ്പറൈൻ സെല്ലിൻ്റെ ഗ്രോത്തിന് സഹായിക്കും, സെല്ലിനെ വളരാൻ സഹായിക്കും. സെല്ലിനെ വളരാൻ സഹായിക്കുന്നത് ആരാ? സെൽ മെമ്പറൈനാ. രണ്ടാമത്തെ, സെല്ലിനെ ഡിവൈഡ് ചെയ്യാൻ സഹായിക്കും, സെൽ ഡിവിഷനും സഹായിക്കും. ഇതാണ് മക്കളെ സെൽ മെമ്പറിൻ്റെ പണികൾ. പറ, സെൽ മെമ്പറിൻ്റെ 2 പണി എന്താ? സെല്ലിനെ വളരാൻ സഹായിക്കും, സെല്ലിനെ മുറിയാനും സഹായിക്കും. സെൽ ഗ്രോത്ത് ആൻഡ് സെൽ ഡിവിഷൻ. പറയണ, സെൽ മെമ്പറിന്റെ പണി എന്താ? സെൽ ഗ്രോത്തിന് സഹായിക്കും, സെല്ലിനെ ഡിവൈഡ് ചെയ്യാനും സഹായിക്കും. സെൽ ഗ്രോത്ത് ആൻഡ് സെൽ ഡിവിഷൻ. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? ഇതാണ് പണി കേട്ടോ. പിന്നെ സെൽ വോളിന്റെ പണികൾ ഓർത്ത് വെക്കണേ. സെൽ വോളിന്റെ പണി എന്താ? സെൽ വോളിന്റെ പണിയാണ് എന്ത്? സെല്ലിന് ഷേപ്പ് കൊടുക്കും, പ്രൊവൈഡ് ഷേപ്പ്. രണ്ടാമത്തെ എന്താ? സെല്ലിന്റെ ഡാമേജ് പറ്റാതെ നോക്കും, സെല്ലിനെ മെക്കാനിക്കൽ ഡാമേജിൽ നിന്ന് പ്രിവെന്റ് ചെയ്യും, ഡാമേജ് വരാതെ നോക്കും. മൂന്നാമത്തെ എന്താ? സെല്ലിനെ ഇൻഫെക്ഷൻ വരാതെ നോക്കും. ആര്? സെൽ വോള്. ഇതൊക്കെയാണ് സെൽ വോളിന്റെ പണികൾ. സെൽ മെമ്പറൈൻ പഠിക്കുമ്പോൾ തന്നെ കൂട്ടത്തിൽ സെൽ വോളും പഠിക്കണം. സെൽ വോൾ എന്ത് വെച്ചാൽ ഉണ്ടാക്കിയേക്കണേ? സെൽ വോൾ 2 ടൈപ്പ് ഉണ്ട് പ്ലാന്റ്സിൽ, പ്രൈമറി, സെക്കൻഡറി. അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്ത മക്കളെ, നെയിം ദ മെമ്പറൈൻ ഓഫ് വാക്യൂൾ. വാക്യൂള് ഒരൊറ്റ മെമ്പറൈനുള്ള ആളാ. ഞാൻ പഠിപ്പിച്ചതാ. സിംഗിൾ മെമ്പറൈനുള്ള ആളാ. ആര്? വാക്യൂള്. ആ ഒറ്റ മെമ്പറൈന്റെ പേരെന്താ? വാക്യൂളിന് ഒറ്റ മെമ്പറൈനേ ഉള്ളൂ സാറേ. ഈ ഒറ്റ മെമ്പറൈന്റെ പേരെന്താ? ഈ ഒറ്റ മെമ്പറൈന്റെ പേരാ സാർ എന്ത്? ടോണോപ്ലാസ്റ്റ്. വാക്യൂളിൽ കാണുന്ന ഒറ്റ മെമ്പറൈന്റെ പേരെന്താടാ? ടോണോപ്ലാസ്റ്റ് എന്നാ വിളിക്കുക. വാക്യൂളിൽ ഒരൊറ്റ മെമ്പറൈനേ ഉള്ളൂ. ആ മെമ്പറൈന്റെ പേരെന്താ? ടോണോപ്ലാസ്റ്റ് എന്നാ വിളിക്കുക. അടുത്ത ചോദ്യം മക്കളെ, എന്താ സാറേ ഫുഡ് വാക്യൂളും എന്താ സാറേ കൺട്രാക്റ്റൈൽ വാക്യൂളും തമ്മിലുള്ള വ്യത്യാസം? ഫുഡ് വാക്യൂളും കൺട്രാക്റ്റൈൽ വാക്യൂളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ? അതാണ് അടുത്ത ചോദ്യം. നോക്കടാ, അപ്പൊ നമുക്ക് 2 കോളം വരയ്ക്കാം. ഒന്നാമത്തേൽ ആരാ സാറേ വരിക? ഫുഡ് വാക്യൂളാ വരിക. രണ്ടാമത്തേൽ ആരാ വരിക സാറേ? രണ്ടാമത്തേൽ വരിക കൺട്രാക്റ്റൈൽ വാക്യൂളാ. ഒന്നാമത്തേൽ ഫുഡ് വാക്യൂള്, രണ്ടാമത്തേൽ ആരാ വരിക? കൺട്രാക്റ്റൈൽ വാക്യൂളാ വരിക. ഫുഡ് വാക്യൂൾ എവിടെ കാണുക? പറ. ഞാൻ അങ്ങനെ പറഞ്ഞു തരൂല, നിങ്ങളും പറയടാ. ഫുഡ് വാക്യൂൾ എവിടെ കാണുക? ഫുഡ് വാക്യൂള് പ്രോട്ടിസ്റ്റുകളിൽ, എല്ലാ പ്രോട്ടിസ്റ്റുകളിലും കാണും. എല്ലാ പ്രോട്ടിസ്റ്റിലും കാണുന്നതാണ് ആര്? ഫുഡ് വാക്യൂള്. എന്നാൽ അമീബ എന്ന് പറയുന്ന പ്രോട്ടിസ്റ്റയില് എടുത്തു കാണുന്ന ഒരാളാണ് ആര്? കൺട്രാക്റ്റൈൽ വാക്യൂള്. ഇതാണ് വ്യത്യാസം. ഫുഡ് വാക്യൂള്, കൺട്രാക്റ്റൈൽ വാക്യൂള്. ഫുഡ് വാക്യൂള് എല്ലാ പ്രോട്ടിസ്റ്റുകളിലും കാണും. എന്നാൽ അമീബയും ഒരു പ്രോട്ടിസ്റ്റ് തന്നെ. ഈ അമീബയിൽ കാണുന്ന ഒരു സ്പെഷ്യൽ വാക്യൂളാണ് ആര്? കൺട്രാക്റ്റൈൽ വാക്യൂൾ. പ്രസന്റ് ഇൻ ഓൾ പ്രോട്ടിസ്റ്റ. ആര്? ഫുഡ് വാക്യൂള്. പ്രസന്റ് ഓൺലി ഇൻ അമീബ. അതാരാ? കൺട്രാക്റ്റൈൽ വാക്യൂൾ. ഫുഡ് വാക്യൂളിന്റെ പണി എന്താ? ഫുഡ് വാക്യൂളിന്റെ പണിയാണ് മക്കളെ ഡൈജഷൻ ഓഫ് ഫുഡ്. ഈ പ്രോട്ടിസ്റ്റുകൾ കഴിക്കുന്ന ഫുഡില്ലേ, ആ ഫുഡിനെ ദഹിപ്പിക്കുന്ന പണിയാണ് ആർക്ക്? ഫുഡ് വാക്യൂളിന്. ഈ ഫുഡിനെ പുറത്തേക്ക് കളയില്, എക്സ്ക്രീറ്റ് ചെയ്യലാണ് ആരുടെ പണി? കൺട്രാക്റ്റൈൽ വാക്യൂളിന്റെ പണി. എക്സ്ക്രീഷൻ പുറത്തേക്ക് കളയാനും സഹായിക്കും. പിന്നെ ഓസ്മോ റെഗുലേഷനും ഇലക്ട്രോലൈറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് സെല്ലിന് നല്ലൊരു ഷേപ്പും കൊടുക്കാൻ സഹായിക്കും ആര്? കൺട്രാക്റ്റൈൽ വാക്യൂൾ. ഇതാണ് മക്കളെ 2 വ്യത്യാസങ്ങൾ. എന്താ? 2 വാക്യൂൾ ഉണ്ട് സാർ. ഫുഡ് വാക്യൂൾ ഉണ്ട്, കൺട്രാക്റ്റൈൽ വാക്യൂൾ ഉണ്ട്. ഫുഡ് വാക്യൂൾ സകല പ്രോട്ടിസ്റ്റുകളിലും കാണും. ഏതൊക്കെയാ സകല പ്രോട്ടിസ്റ്റുകൾ? പ്ലാസ്മീഡിയം, പാരമീസിയം, യുഗ്ലീന, അമീബ, അങ്ങനെ എല്ലാ പ്രോട്ടിസ്റ്റുകളിലും കാണും ആര്? ഫുഡ് വാക്യൂള്. പക്ഷെ അമീബ എന്ന് പറയുന്ന പ്രോട്ടിസ്റ്റയില് മാത്രം കാണുന്ന ആളാണ് ആര്? കൺട്രാക്റ്റൈൽ വാക്യൂള്. ഫുഡ് വാക്യൂളിന്റെ പണി എന്താ? അവർ കഴിക്കുന്ന ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുക, ദഹിപ്പിക്കുക. ഡൈജഷനാണ് ആരുടെ പണി? ഫുഡ് വാക്യൂളിന്റെ പണി. ഈ കഴിച്ച് ഫുഡ് ശേഷം ബാക്കി കുറെ വേസ്റ്റ് വരും അവരുടെ ശരീരത്ത്. ഈ അമീബയിലുള്ള ഫുഡിന്റെ വേസ്റ്റിനെ പുറത്തേക്ക് കളയണം.
അല്ലെ മലവിസർജനം എന്നൊക്കെയാ പറയാ. ഈ പുറത്തേക്ക് കളയുന്നതിന് എന്താ വിളിക്കുക? എക്സ്ക്രീഷൻ എന്നാ വിളിക്കുക. ഈ ഫുഡ് ദഹിപ്പിച്ച ഫുഡിനെ പുറത്ത് കളയാൻ എക്സ്ക്രീഷൻ ചെയ്യാൻ ആര് സഹായിക്കുക? കൺട്രാക്റ്റൽ വാക്യൂൾ സഹായിക്കുക. കൂടെ ഓസ്മോ റെഗുലേഷനും സഹായിക്കും. ഇലക്ട്രോലൈറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് വാട്ടറിൻ്റെ അളവും സെല്ലിലെ വാട്ടറിൻ്റെ അളവും സോൾട്ടിൻ്റെ അളവൊക്കെ ബാലൻസ് ചെയ്ത് സെല്ലിനെ നല്ല രൂപത്തിൽ വെക്കും. ആര് നമ്മുടെ കൺട്രാക്റ്റൽ വാക്യൂള്. ഫുഡ് വാക്യൂള് അമീബയില പ്രോട്ടീസുകളിൽ കാണും. കൺട്രാക്റ്റൽ വാക്യൂൾ അമീബ എന്ന പ്രോട്ടീസെൽ മാത്രമേ കാണൂ. ഫുഡ് വാക്യൂളിൻ്റെ പണി ഫുഡിനെ ദഹിപ്പിക്കല. കൺട്രാക്റ്റൽ വാക്യൂളിൻ്റെ പണി ദഹിപ്പിച്ച ശേഷമുള്ള വേസ്റ്റിനെ പുറത്ത് കളയല, എക്സ്ക്രീഷൻ ആ പണി. കൂടെ ഓസ്മോ റെഗുലേഷൻ എന്ന പണിയും കൂടെ കൺട്രാക്റ്റൽ വാക്യൂൾ ചെയ്യാറുണ്ട്. ഇതൊന്ന് ഓർത്ത് വെക്കണേടാ മക്കളെ, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഇത്രയുള്ളടാ ക്വസ്റ്റ്യൻ. എൻ്റെ ചോദ്യം ഇതാ, നിങ്ങൾ കമൻറ്റ് ചെയ്യണേടാ, കമൻറ്റ് ചെയ്യാതെ പോലെടാ, കണ്ടവരൊക്കെ കമൻറ്റ് ചെയ്യണേ. എൻ്റെ ചോദ്യം ഇതാ സാറേ, ഫ്ലജല്ലയിലെ അറേഞ്ച്മെൻ്റ് എന്താ? മൈക്രോട്യൂബ്യൂളിൻ്റെ 9+2 സീലിയയിലെ അറേഞ്ച്മെന്റ് എന്താ? അവിടെയും 9+2 തന്നെയാ. എങ്കിൽ എൻ്റെ ചോദ്യം ഇതാ, സെൻട്രിയോളും ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോട്യൂബ്യൂൾ വെച്ചാ അവിടെയുള്ള അറേഞ്ച്മെന്റ് എന്താ? ഇതാണ് മക്കളെ എൻ്റെ ഇന്നത്തെ ചോദ്യം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഫ്ലജല്ലയിൽ 9+2 അറേഞ്ച്മെന്റാ, സീലിയയിൽ 9+2 അറേഞ്ച്മെന്റാ, സെൻട്രിയോൾ ഉണ്ടാക്കിയിരിക്കുന്നത് മൈക്രോട്യൂബ്യൂൾ വെച്ചാ. സെൻട്രിയോളിലുള്ള അറേഞ്ച്മെന്റ് എന്താണ്? മൈക്രോട്യൂബ്യൂളിൻ്റെ അറേഞ്ച്മെന്റ് എന്താണ് സെൻട്രിയോളിൽ? അതാണ് എൻ്റെ ചോദ്യം. വേഗം കമൻറ്റ് ചെയ്യടാ. ഉത്തരം എനിക്ക് ഇപ്പം കിട്ടണം. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് വേഗം പോയിട്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങൾ വല്ലതും മനസ്സിലാകുന്നുണ്ടോ, ഈ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടോ, പുതിയ ക്വസ്റ്റ്യൻസൊക്കെ കിട്ടിയോ, പുതിയ നോളജൊക്കെ ഉണ്ടായോ സാറേ, എന്തെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യടാ. കൂടെ ഇതും കൂടെ കമൻറ്റ് ചെയ്യണം. സെൻട്രിയോളിൽ കാണുന്ന മൈക്രോട്യൂബിളിൻ്റെ അറേഞ്ച്മെൻറ്റ് എത്ര? 9+1 ആണോ, 9+2 ആണോ, 9+3 ആണോ, 9+4 ആണോ, അല്ലെ 8+1 ആണോ, 8+0 ആണോ, 9+0 ആണോ, ഏതാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യടാ. സെൻട്രിയോളിലുള്ള മൈക്രോട്യൂബിളിൻ്റെ അറേഞ്ച്മെന്റ് എന്തുവാ?